ഹലോ നമസ്കാരം. ഇത് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ ചക്കയാണ്. അപ്പം നമുക്കിതിനെ അടുത്ത വർഷം വരെ സൂക്ഷിച്ചു വെച്ചാലോ? അതെങ്ങനെയാന്നല്ലേ? ദാ ഇങ്ങനെ. അപ്പോൾ ഇതെന്താണെന്നായിരിക്കും അടുത്ത ചോദ്യം. ഇതാണ് നമ്മുടെ ചക്ക വരട്ടിയത്. ഇത് ഏതൊരു പലഹാരത്തിൻ്റെ കൂടെയും വെറുതെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു സാധനമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നല്ല വരിക്കച്ചക്കയാണ്. നമ്മുടെ നാട്ടിൽ വരിക്കച്ചക്ക എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരായിരിക്കും. അതിവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചക്ക ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. ഞാനിവിടെ ഒരു 6 അണി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മെൽറ്റാക്കി എടുക്കണം. നമ്മുടെ ഇന്നത്തെ പാചകം എന്ന് പറയുന്നത് അമ്മയുടെ വകയാണ്. അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ആണിത്. ഇത് നമുക്ക് ഇതുപോലെ ചെയ്ത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അതുമല്ല നമുക്ക് ഇത് തന്നെ എടുത്തിട്ട് വേറെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം ഇത് തിളച്ച് ഈ ശർക്കര വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ വെന്ത് വരണം. ഇതുണ്ടാക്കാൻ വേണ്ടി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നെയ്യ്, ശർക്കര, ഏലക്ക എന്നിവയൊക്കെ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ ചക്കക്കാലാവുമ്പം എപ്പോഴും നമുക്ക് ചക്ക കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ചക്ക നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്ക നന്നായി വെന്തിട്ടുണ്ട്. ഈ വെന്ത ചക്ക നമുക്ക് മിക്സിയിലിട്ട് ജ്യൂസ് ആക്കി എടുക്കണം. നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു 5 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അമ്മയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമാണ് ഈ ചക്ക വരട്ട് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം കഷ്ടപ്പാടുള്ള ഒരു പണി ആയതുകൊണ്ട് തന്നെ ഞാനൊന്നും ആ വഴിക്കേ പോവാറില്ല. ഇതായി തുടങ്ങുമ്പോഴേ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഏലക്കായാണ് വേണ്ടത്. ഏലക്കായ് പൊടിച്ച് ചേർക്കുകയാണ് വേണ്ടത്. ഏലക്ക നമ്മുടെ ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏലക്ക പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വറവിട്ടിട്ട് വേണമെങ്കിൽ പായസമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇത് പായസമാക്കുന്നില്ല, ചക്ക വരട്ടാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പായസമൊക്കെ ആക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ചക്ക വരട്ടുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഈ ചക്ക വരട്ടിയത് ഉണ്ടാക്കുന്നത്. നന്നായി ഇളക്കി കുറുക്കി എടുക്കുകയാണ് വേണ്ടത്. ആ കുറുക്കി എടുക്കുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് തവണ എൻ്റെ കയ്യിലേക്ക് ഇത് തെറിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിയിട്ടില്ലെങ്കിൽ ഇതാ ഇതുപോലെ തെറിച്ച് വരുന്നതായിരിക്കും. അങ്ങനെ ഒരു 3.5 മണിക്കൂറിൻ്റെ അമ്മയുടെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു നല്ല പാത്രത്തിലിട്ടിട്ട് എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതുകൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം, ജാമാക്കി ഉപയോഗിക്കാം, അരിപ്പൊടി കൂട്ടിയിട്ട് നമുക്ക് മറ്റ് പലഹാരങ്ങളും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിന് നമുക്ക് കുറച്ച് കഴിച്ചു നോക്കാം. എന്താ ടേസ്റ്റ് എന്ന് അറിയാലോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ചക്ക കിട്ടിയാൽ തീർച്ചയായും ഒന്ന് വരട്ടി നോക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ ചക്ക വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ഈ ചക്ക വരട്ട് റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.